നമ്മുടെ വീട്ടിലെല്ലാം കൊന്നല, നീരോലിയുടെ ഇല, മൾബറിയുടെ ഇല, പിന്നെ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഇത് ഹൈലൈറ്റ് വെച്ചുള്ള ആൾക്കാർ ഇതെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ നമ്മുടെ അപ്പൂസ് നമ്മളുടെ വിച്ചുവിൻ്റെ ബൈക്ക് പഴയത് പഴയ ബൈക്ക് കഴുകാണ്. ഇത് എൻ്റെ ബൈക്ക്. എന്തമ്മാ എൻ്റെ ബൈക്ക് അപ്പൂസ് കഴുകാണ്, കുട്ടപ്പനാക്കാണ്. എന്താ കണ്ണാ? ആ ബാ ബാ പൾസർ. അപ്പം ഇന്ന് അപ്പൂൻ്റെ പരിപാടി ഇതാണല്ലേ. ഞാൻ അപ്പൂൻ്റെ സൈക്കിൾ അവിടെ പറഞ്ഞില്ലേ, പഴയതല്ല അപ്പൂൻ്റെ സൈക്കിള് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ പുതിയ കിട്ടുന്ന സാധനങ്ങൾ റേഞ്ച് നടുക്ക് മട്ടക്കി വയ്ക്കണതാണ് ഇപ്പം. പുറ്റുപാപ്പം നോക്കാണ് അടിച്ച് കിറ്റിന് പുറ്റുപാപ്പം. ആ ഹായ് ഗൈസ് എന്ന് പറഞ്ഞ ആ ഗൈസ് എന്ന് പറയും. ഹായ് പറയ്. ഹായ് പുറ്റുപാപ്പം പറയ്. ചുഗപ്പാപ്പം കഴിക്കാന്. ഓ നമ്മളെ അപ്പൂസിൻ്റെ പുതിയ വണ്ടി അവിടെ അപ്പ ഓഫീസിൽ കൊണ്ടുപോയി. ചില്ല് ചെയ്യാൻ കൊണ്ടുപോയി. എൻ്റെ വണ്ടി എനിക്ക് ചില്ല് ചെയ്യാൻ അപ്പോൾ തുടച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. പൾസ് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ബൈക്കുകളൊക്കെ ഒരേപോലെ തോന്നില്ല ഈ ഭാഗങ്ങളൊക്കെ. നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കുക. എന്നാലും നമ്മളെ പുതിയ വണ്ടിയുടെ ഈ ഇങ്ങനെ സൈഡ് ഇരിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഞ്ചിട്ടമ്മ ആ ആ ആ ആ ഇനി ചേട്ടൻ്റെ സൈക്കിൾ എടുത്ത് ആദിച്ച് ഓടിക്കും. റേഞ്ച് റോവർ അടിച്ച് 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 കാൻഡേ. അപ്പം അതാണ് ഇന്നത്തെ സ്പെഷ്യൽ സംഭവങ്ങൾ. പാപ്പച്ചീന് ബാ അടിച്ചിൻ്റെ പൊരിശേക്ക് ചാലിയപ്പം ഇവിടെ കേൾക്കുന്നുണ്ട്, ചിമ്പപ്പ അവിടെ കേൾക്കുന്നുണ്ട്. പുള്ളിയുടെ കുട്ടി ഓശിയാണ് ആണ്ടു ഫോട്ടോ ആണ് ഫോട്ടോ കാനാണ്. ഓക്കെ ഹലോ. നല്ല കിട്ടുക്കാച്ചി മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതേ ചിമ്പും ആദീശൊക്കെ ഇങ്ങനെ മഴ കളിച്ചിട്ട് ഇങ്ങനെ നിൽക്കാണ്. നല്ല സൂപ്പർ മഴ പെയ്യുന്നുണ്ട്. അപ്പൂസ് ജിമ്മിൽ പോയി കേട്ടോ. നല്ല കിട്ടുക്കാച്ചി മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ നമ്മുടെ ഇവിടെ വെള്ളം ഇങ്ങനെ വീണൊക്കെ നല്ല സ്ഥലമാണ് കാണാൻ. ഭയങ്കര ഇഷ്ടം മഴ പെയ്യുമ്പോൾ ഇങ്ങനെ മരങ്ങളിലൊക്കെ കാണാം. അപ്പം ഞാൻ മോളിൽ വന്നിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നല്ല ചായ കുടിച്ച് കഴിഞ്ഞാൽ പൊളിയായിരിക്കും. സൂപ്പർ. മഴ കൊള്ളാൻ പാലേ വാവു വരുന്നു പറഞ്ഞാൽ ഇവിടേക്ക് വാവു വരിച്ചാലേ ചിമ്പ് കണ്ട മുമ്പത്തിൽ അങ്ങോട്ട് വാവു വരും. വാവു ചിമ്പുക്കുട്ടെ മുമ്പത്തിൽ വാവു വരുന്നേ. തൊപ്പി എവിടെ? തൊപ്പി നോക്കി തൊപ്പി. ആ ചിമ്പുകാം ചിമ്പുവാ ചിമ്പുവാ ചിമ്പ്. ഓ ചിമ്പാണെങ്കിൽ അവൻ്റെ കൂടെ കളിക്കാൻ റെഡി ആയിട്ട്. മഴ കൊള്ളാണ്ടിട്ട് വരാൻ. ആ എന്തുവാ എന്തുവാ ചിമ്പുക്കുട്ടാ ചിമ്പുക്കുട്ടി മഴയത്താണോ കുളിക്കണേ? ഉച്ചം വാട്ടറാണോ കുളിക്കണേ? അടി വേണേ? ഇവിടെ വന്നാൽ നിന്നെ കുളിപ്പിച്ചാലോ സ്കൂൾ വിട്ടിട്ട്. ബാ 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 ഇത് വായോ വാവു. ഞാൻ പോവാ ബായ്. മഴയത്തുനിന്ന് കയറുന്നില്ലേ? ചിമ്പു ചിമ്പു നിൽക്കണം. ചിമ്പു കുമ്പത്തിൽ വെച്ചാണോ ചിമ്പു? ഐ നോ അതിനോ ചിമ്പു 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 കൂട്ടാനാണങ്ങ. നോ ആദി നോ ആദി കം കം. ഞാൻ പോവാട്ടാ. കഴുകിയിട്ട് തുണികൾ എടുത്ത് വയ്ക്കുക, അതിൽ യൂണിഫോം അയൺ ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇപ്പം നടക്കണേ. അപ്പോൾ ഡ്രസ്സുകൾ ഇങ്ങനെ എന്ത് ചെയ്യുന്ന ഓരോന്ന് ഒതുക്കി പറിക്കുക. ആദ്യം സെക്ഷൻ തിരിച്ച് വയ്ക്കും, ആരുടെയൊക്കെയാണ് ഏതിലേക്കാണെന്ന്. ലാസ്റ്റ് അത് ഒതുക്കും.
മൂന്നാളുടെ സെക്ഷനുകൾ ഇങ്ങനെ തിരിച്ചു വയ്ക്കും. ആദിയുടെ സാധനങ്ങൾ ആദിയുടെ സെക്ഷനിലേക്ക്, അപ്പൂസിൻ്റെ സാധനങ്ങൾ അപ്പൂസിൻ്റെ സെക്ഷനിലേക്ക്. ചിലവരിങ്ങനെ എടുക്കണ വഴിക്ക് തന്നെ ചില ദിവസങ്ങൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അത് വന്ന് എടുക്കുമ്പോൾ തന്നെ ഞാൻ ചില ദിവസം മടക്കി വയ്ക്കാറുണ്ട്. ചില ദിവസങ്ങൾ നമ്മൾ സെക്ഷൻ ആദ്യം തിരിച്ച് വയ്ക്കണം. ഞാൻ ഇപ്പോൾ ഓൾറെഡി വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് കഴുകി കഴിഞ്ഞ് സ്റ്റാൻഡിൽ ഇടണം. മഴയായ കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം വീയൂട്ടാ, ഇത് ഞാൻ അയൺ ചെയ്യാൻ വേണ്ടിയാണ് വെച്ചിരിക്കുക. അപ്പോൾ ഇത് തുറക്കുമ്പോൾ ഇങ്ങോട്ട് വരും. വാഷിംഗ് മെഷീനിൽ തുണി കൊണ്ടിട്ടല്ലോ. അപ്പോൾ അതുപോലൊക്കെ കഴിഞ്ഞു ആയിണ്ട്. അപ്പോൾ ആ തുണികളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഇടണം. ഷാൻഡുമ്മയ്ക്ക് വിടാം. മഴ പെയ്ത വഴിക്ക് എന്തൊരു നല്ല മണമായിരുന്നു. ഞാനിവിടെ നിന്ന് ഈ ആൻറ്റീൻ്റെ അതും വന്ന് കുറച്ച് ഒരു 3 തണ്ട് മുരിങ്ങല പൊട്ടിച്ചു. പരിപ്പ് വെച്ചിട്ടുണ്ട് രാവിലെ. അപ്പം എനിക്ക് തോന്നി ഇപ്പം മുരിങ്ങലും കൂടി ഇട്ട് വാട്ടിയിട്ട് അതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ രസമായിരിക്കും. ഹലോ, അപ്പോൾ കുറച്ചെടുത്തു വാഷിംഗ് മെഷീനിൽ കുറച്ചും കൂടി ഇതിലെടുക്കണം. വഴിക്ക് വീഴും. അപ്പൊ നന്നാവും. ഈ നമ്മളിവിടെ പ്രസ് ചെയ്യാത്തതുകൊണ്ട് നമ്മളകത്ത് ഈ സ്റ്റാൻഡിന്മേൽ വെക്കണം. ബാംഗ്ലൂരിലുള്ള സ്റ്റാൻഡ് കഴുകിയിട്ട് തുണികളിങ്ങനെ എടുക്കണം. ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് അരയ്ക്കാകുമ്പോൾ അങ്ങനെ 3-4 അരയ്ക്കാണെങ്കിൽ ഭയങ്കര കിടക്കും. അത് കാണാൻ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം. മൈതമാൻ സമാധാനം പോലെ കഴുകലൊക്കെ കഴിഞ്ഞിട്ട് തുണികളെല്ലാം ഇട്ട് കിടന്ന് കാണുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നിൽക്കാൻ കഴിയില്ല. അങ്ങനെയില്ല. കുറച്ചെല്ലാം കഴുകി കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള പോലെ എനിക്ക് തുണികളെല്ലാം അങ്ങനെ കഴുകണം. ഈ ക്ലോത്തിപ്പോൾ ഇട്ട് അരക്കയിൽ കിടക്കുന്നത് കാണാം. സ്റ്റാൻഡിലല്ല, അരക്കയിൽ. ഇത് ഭയങ്കര ഇഷ്ടം. കഴിഞ്ഞിട്ട് ഡ്രൈവേഴ്സ് സെറ്റ് കൂടി എവിടെ പറഞ്ഞു നിർത്തിയത്. അത് നന്നാക്കായിരിക്കും. ഇവ വലിച്ചെടുക്കുമ്പോഴായിരിക്കും ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ആ പരിപ്പ് നീക്കിയിട്ട് കഴിഞ്ഞാൽ പരിപ്പും പിന്നെയും പറഞ്ഞിട്ട് അപ്പോൾ വൈകുന്നേരം വെയിറ്റ് ചെയ്യുമ്പോഴായിരിക്കും. വീണ്ടും മാറിയതായിരുന്നു. പിന്നെ പനി അപ്പുഷ് വരും. അപ്പുഷ് ജിമ്മിന് പോയതല്ലേ. അവിടെ ചോക്ലേറ്റ് കഴിക്കും. ഇതുവരെ വന്നിട്ടില്ല. മൂന്നാമത്തെ സെക്ഷൻ കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് സ്റ്റാൻഡിന് ഈ സൈഡുകളിലൊക്കെ ഇടാം. സ്ഥാനം നമുക്ക് അത്ര ഇടാൻ. അപ്പൊ ഇന്നറുകളൊക്കെ സൈഡ് ഇങ്ങനത്തെ ഇടുന്നില്ലേ, സൈഡില് ഇങ്ങനെ സൈഡ് ഷർട്ട് ഇടാൻ. പക്ഷെ ഞാൻ ഇന്നറുകളാണ് കയറ്റും. നല്ല ഐഡിയ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നറുകൾ കിട്ടിയതിന് ശേഷം അതിൻ്റെ തുമ്പത്ത് ഷർട്ട് ഇങ്ങനെ കൊടുത്തിട്ടാലും മീൻസ് ഞാൻ അതിൻ്റെ അപ്പോൾ ആ സ്ഥലം വെറുതെ ശരിക്കും അതിൽ ആംഗിളുകളിലും എല്ലാ ഹോളുകളുണ്ട്. എന്തമ്മ ആ
ഡിസ്കുകൾ കേടായി വീഴും. അത് രണ്ടാമത് അവരൊന്നും വെക്കാൻ കുറേ കഴിച്ചു പറ്റുന്നില്ല. ചെയ്തിട്ട് അപ്പോൾ സ്പേസ് ആദ്യ സ്ഥലത്ത് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന വിളിച്ചാണ് ഞാൻ താഴ്ത്തിക്ക് സീവിലസൊക്കെ ഉണ്ടാവില്ല. ഉന്നോളുടെ ആണെങ്കിൽ അപ്പൂസിൻ്റെ അപ്പോൾ ആ സ്പേസ് ഇല്ലല്ലോ. എന്തമ്മ അവിടെ ഉണ്ട് പോയിട്ടില്ല കേട്ടാ, പേടിക്കണ്ട. ആ ഏറ്റു നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ സൈഡിൽ മാറ്റി വെക്കും. അങ്ങനെ മാറ്റി എങ്ങനെ പോയാലും ഞാൻ ഇതുമ്പോൾ എല്ലാതും സെറ്റ് ചെയ്യും. എല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത് മടക്കി വെച്ചത്. ഇത് അയൺ ചെയ്യണം. ആദിസിൻ്റെ യൂണിഫോം എന്താ കണ്ട ഞാൻ ഇപ്പം ചെയ്യില്ല. ഗൈസ് അലക്കലൊക്കെ കഴിഞ്ഞപ്പോൾ മോട്ടർ ഇട്ടു. അപ്പം ഞാൻ മോട്ടർ ഗായ്സ് പതിവ് പോലെ ഞാൻ എൻ്റെ കോഫി വെച്ചിട്ടുണ്ട്. ചായ കഴിഞ്ഞു ഒത്തിരി ഓടിയിട്ടുണ്ട്. ഇരിക്കാനുള്ള ഭയങ്കര തൊര. മഴ പെയ്തപ്പോൾ ഞാൻ എല്ലാവരും കഴിഞ്ഞ് വരുമ്പോഴേക്കും കോഫി കഴിഞ്ഞു. ആ പറ. സിനിമ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ മറക്കാണ്ട് കാണണം കേട്ടോ. മേഘം പൂത്തു തുടങ്ങി. ലെജൻഡ് പത്മരാജൻ സാറിൻ്റെ പടങ്ങൾ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു ക്ലാസ് പടമാണ്, ഒരു രക്ഷയില്ലാത്തൊരു പടമാണ്. എന്താ പറയുക, ഒരു രക്ഷ. തൂവാനത്തുമ്പികൾ തൃശ്ശൂരാണ് പടം ഉള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല ഈ സിനിമ. ഭയങ്കര ഒരു ക്ലാസിക് ടച്ചാണ്, കിട്ടലാണ്. എനിക്ക് പത്മരാജൻ സാറിൻ്റെ എല്ലാ പടങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞങ്ങൾ അപ്പൂസിനെ നിർബന്ധിച്ച് ഈ പടമൊക്കെ കാണിച്ചിട്ടുണ്ട്. അത്രയും നല്ല കുറച്ച് ഞങ്ങള് ഒരു മിനിറ്റ് കുറച്ച് പടങ്ങൾ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മസ്റ്റായിട്ട് കണ്ടിരിക്കണം. അത് ഇന്നത്തെ പിള്ളേർ അപ്പൂസ് അധികം ഇംഗ്ലീഷ് മൂവീസാണ് കാണുക. അപ്പം ഞങ്ങളിങ്ങനെ കുറേ പടങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള പടങ്ങളൊക്കെ അവൻ കണ്ടിട്ടുണ്ട്. ബ്രില്യൻറ്റ് പടമാണ്, രക്ഷയില്ലാത്ത പടം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണണം. തൂവാനത്തുമ്പികളാണ് പടം. നമ്മുടെ ലാലേട്ടനും അഭിനയിച്ചിട്ടുള്ള പടമാണ്. കിട്ടലിനാണ്. ഓരോ നാരങ്ങ വെള്ളം എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് അതിലാണ്. നമ്മുടെ വടക്കുനാഥനും നമ്മുടെ തൃശ്ശൂരൊക്കെയാണ് അതിൽ കിടിലം പടം. കഥയെന്ന് മൊത്തം പറഞ്ഞ് തരണ്ടുള്ള കാര്യമില്ല. അടിച്ചിക്കോട്ടെ കഴിച്ചേ. കഴിക്കും പാപ്പ, കഴിക്കും പാപ്പ, കഴിക്കും പാപ്പ, കഴിക്കും മൊത്തച്ചൂരില്. ഹായ്. അപ്പോഴേ ഞാൻ ഈ കിച്ചണിൽ കിടക്കണ്ട. ഇന്ന് ഭയങ്കര മഴയായിരുന്നു. മോർണിംഗ് മുതൽ വെച്ച് ഓഫീസിൽ പോയി, ആദിസ് സ്കൂളിൽ പോയി. അപ്പോൾ അവർക്ക് ഞാൻ കറിയൊക്കെ വെച്ച് കൊടുത്ത് മുട്ട ഓംപ്ലേറ്റ് ഒക്കെ ഇട്ട് അവരെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇന്നലെ നൈറ്റ് വെച്ച കറി ഇല്ലായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് അവരെ വിട്ടത്. പിന്നെന്താ, ഇന്ന് ഒരു ഭയങ്കര വല്ലാത്തൊരു മടി. ചില ദിവസങ്ങളിൽ അങ്ങനെയല്ലേ, നമുക്ക് ഭയങ്കര മടിയൊക്കെ ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് എന്ത്
കറി വെക്കണം, അവർ രണ്ടുപേർക്കും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടു. അപ്പോൾ ഇനി എന്ത് ചെറിയൊരു മടി പിടിച്ചപ്പോൾ മുരിങ്ങയില പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. മുരിങ്ങയില ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചൊരു ഹെൽത്തി ഫുഡ് ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അപ്പൂസാണ് ഞങ്ങൾക്ക് ചോറിന് അവന് മുരിങ്ങയില ഇഷ്ടം. അപ്പോൾ കഴിച്ചേ നമ്മുടെ മുരിങ്ങയില സെറ്റാണ്. തട്ടിക്കൂട്ടിയിട്ട് ഞാൻ ഒപ്പായിട്ടുള്ള ഫുഡാണ്. അപ്പോൾ ഹെൽത്തി ഫുഡല്ലേ. അപ്പോൾ മുരിങ്ങയില. അപ്പോൾ മുരിങ്ങയില ഞാൻ കഴുകി വെച്ച വെള്ളം കൊണ്ടാണ് സബോള വാട്ടി ഉപ്പിട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു, പടപട ഒറ്റ നിന്നത് പിന്നെ എടുക്കണം. അപ്പോൾ എന്താ പറയുക, പണ്ട് പരിഞ്ഞുണ്ട്. ഇനി ഇച്ചിരി മുളക് പൊടി ഇടുന്നു, കുറച്ച് മതിയില്ല. അപ്പോൾ മുളക് അല്പം അല്പം മാത്രം. ഇത് വാടി വരുന്നതല്ല. അപ്പോൾ മുരിങ്ങയില ഇഷ്ടമല്ല. മുരിങ്ങയും പരിപ്പും ഇഷ്ടമാണ്. പരിപ്പും മുരിങ്ങയിലും ഞാൻ വയ്ക്കാറുണ്ട്. ഇത് ഞാൻ മുട്ടയിട്ടിട്ട് വെക്കുന്നത് തേങ്ങ സൂപ്പറായി. അപ്പൊ അങ്ങനത്തെ കോമ്പിനേഷൻ കഴിച്ചില്ലേ അല്ലേ? അങ്ങനെയുണ്ട്. മുട്ട എൻ്റെ വക ഇഷ്ടമാണ്. തേങ്ങയും മുരിങ്ങയിലും പരിപ്പിട്ടിട്ട് അവരധികം കഴിക്കാറ്. പിന്നെ എൻ്റെ ഒരു 6 ഗ്രാം പ്രോട്ടീൻ ആയിട്ട് പോകാൻ പോണേ, വെറുതെ ആവല്ലേ? എൻ്റെ മോൻ പ്രോട്ടീൻ്റെ ആളിപ്പോ ജിമ്മിന് പോകാൻ തുടങ്ങിയപ്പോ അതൊക്കെ ഭയങ്കര കോൺഷ്യസ് ആയി തുടങ്ങിയാണ്. എൻ്റെ മമ്മി ഇഡ്ഡലി ഉണ്ടാക്കുമ്പോ ഇഡ്ഡലി മാവിൽ ഇടുന്നു നമ്മളെ വയറ്റിലേക്ക് പോവാൻ വേണ്ടിട്ട്. അപ്പൊ അതുപോലെ പിന്നെന്താ അങ്ങനെ മമ്മി ചെയ്യും. നമ്മൾ അല്ലാണ്ട് ചിലപ്പോ ഞങ്ങൾ തിന്നില്ലായിരുന്നു ചെറുപ്പത്തിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ വയറ്റിയെ പോകില്ല. ഒക്കെ ഹെൽത്തി ആയിട്ട് സാധനം ഉണ്ടാവില്ല. വട്ടയപ്പം ഉണ്ടാക്കുമ്പോ ബനാന കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കിന്നത്തപ്പോ നീ കഴിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ഇപ്പൊ ഞാനപ്പോ 1 മിനിറ്റ് മതി ഇപ്പൊ വണ്ടി കിട്ടുന്ന അറിയാലോ. അപ്പൊ നമ്മളിങ്ങനെ പെട്ടെന്നൊക്കെ വീട്ടിൽ കറി ഉണ്ടാക്കാൻ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളില് അല്ലെങ്കിൽ ഒന്നുമില്ല, ഇനിയിപ്പോ എന്തുണ്ടാക്കും, മീൻ ഉണ്ടാക്കിയ വൈകുന്നേരം മീനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടാക്കാം, ഇനിയിപ്പോ ഈ ഒരു നേരത്തേക്ക് നമുക്ക് മാത്രം മതി, അങ്ങനെയൊക്കെ തോന്നിയിരിക്കുന്ന സമയങ്ങളിൽ ഇതുപോലെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ മുരിങ്ങയില അല്ലേ, മുരിങ്ങയില, അതുപോലെ മത്തങ്ങയുടെ ഇല, പയറിന്റെ ഇല, അതൊക്കെ അത് ഇങ്ങനെ വാട്ടി പിടിച്ചെടുക്കുക. ഞാൻ ഇതിലേക്ക് കൊത്തുകളൊക്കെ ഉണ്ട്. അപ്പൂസ് പുട്ടുണ്ടാക്കാൻ ചരികി വെച്ച് തന്നതാ. അതുപോലെ കുറച്ച് തേങ്ങ ഇട്ടുണ്ട്, കുറച്ച് മുരിങ്ങയിലുള്ളപ്പോ തേങ്ങ കാണിക്കടോ. എങ്ങനെയുണ്ട് പച്ച വെള്ള ഓഗസ്റ്റ് 15 കോമ്പിനേഷൻ. ഇനി ഇതിലേക്ക് മുട്ടയും കൂടി ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. തേങ്ങ ഇട്ടിട്ട് മുരിങ്ങലും, മുട്ട ഇട്ടിട്ട് മുരിങ്ങലും, പരിപ്പ് ഇട്ടിട്ട് മുരിങ്ങലും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ എൻ്റെ അപ്പൂനൊന്നും ഇഷ്ടാവാൻ വേണ്ടിയിട്ട് ഒരു മുട്ടയും കൂടി ഇതിലേക്ക് ഞാൻ അടിക്കും. ഇതൊന്നും വഴഞ്ഞു വരട്ടെ. കുന്തം പോലൊക്കെ കുറച്ചൊക്കെ കയ്യിൽ നിൽക്കണ്ട്. പിന്നെ അതൊക്കെ കടിച്ചു മുറിച്ച് തിന്നാൻ്റെ മാൻ. പിന്നെ വാടി തുടങ്ങി ഉപ്പ് നോക്കാം. പണ്ടൊക്കെ അപ്പത് കൊടുത്ത തിന്നില്ലല്ലോ. ഇപ്പൊ ഈ ജിമ്മിനോടാണല്ലോടാ നീരാണ് എന്ത് തിന്നാൻ ഇഷ്ടായിരുന്നില്ല. മുരിങ്ങല മുരിങ്ങല പരിപ്പിന്റെ ഒപ്പം കഴിച്ചായിരുന്നു. അല്ലാണ്ട് ഇതേപോലെ മുമ്പ് ഒരു വട്ടം വെച്ചപ്പോ ഞാൻ കഴിച്ചില്ലേ, എനിക്ക് ഇഷ്ടായില്ലേ. പക്ഷെ ഇപ്പൊ ജിമ്മിന് പോയി തുടങ്ങി പൊറോട്ടി എന്ന് പറഞ്ഞിട്ട് കഴിക്കാം. മുരിങ്ങലല്ലോ, മുരിങ്ങല് മുട്ടയുടെ മുരിങ്ങലയില് ഭയങ്കര ഇതുകളല്ലേ, അത് വിറ്റാമിൻസ് അല്ലേ. വിറ്റാമിൻസ് പോര് നല്ല ശക്തി. മുരിങ്ങലയില് വാടി സെറ്റായിട്ട് അവനൊരു ഇഷ്ടം ഉണ്ടാവാൻ വേണ്ടി പ്രോട്ടീൻ കൊണ്ട് ഞെട്ടു. അത് ഇതില്ലേലും നല്ല ടേസ്റ്റ്. അത് തേങ്ങ കൂട്ടി കഴിക്കാൻ. നീ ഇന്ന് മുട്ട കഴിച്ചാ? മുട്ടയും കൂടി അതിൽ ചിക്കിട്ട് കഴിഞ്ഞപ്പോ വേറെ ലെവൽ സാധനം. ടേസ്റ്റി ടേസ്റ്റി. ഞങ്ങൾക്ക് ഒരാൾക്ക് മാമണ ഇത് മതി. പിന്നെ ഇതില് പപ്പടം ഉണ്ട്, 2 തരം അച്ചാറുണ്ട്. വൈകുന്നേരം വേറെ കഴിക്കാം. തീ കുടിച്ചോട്ടെ. മുട്ട അവിടെ കിടന്ന് നല്ല വേവ്. സൂപ്പർ. അപ്പൊ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവര്, മുട്ട ഇട്ടിട്ട് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തേങ്ങയുടെ ഒപ്പം മുരിങ്ങയിലും മുട്ടയും കൂടി ഇടും. ഇങ്ങനെ തന്നെ ചീരയിലും ചെയ്യാൻ പറ്റും, പയറിന്റെ ഇലയിൽ ചെയ്യാൻ പറ്റും, മത്തങ്ങയുടെ ഇലയിൽ ചെയ്യാൻ പറ്റും, റബ്ബറിന്റെ ഇല പറ്റും. അപ്പൊ വെറുതെ വീണ് കൊണ്ടു അത് പറ്റിയാട്ടാ ഗൈസ്. വെറുതെ ചോദിച്ചതാണെങ്കിൽ നാളെ മുതൽ റബ്ബറിന്റെ ഇല കറി വെച്ച് എന്തെങ്കിലും പറ്റിയിട്ട് താരും പൊട്ടില്ല പൊന്നു പറഞ്ഞാന്ന് പറയല്ലേ. അപ്പൊ ചളിക്ക് ഒരു കുറവില്ലാതെ നിന്റെ കൂടെ ഇരിക്കണേ. അപ്പൊ രാവിലെ എണീറ്റപ്പോ ഇരുമ്പണ പോലത്തെ മഴയില്ലായിരുന്നു. ഞാനെ കഴിച്ചു. ആദ്യം 10 കിലോണ്ട് നേരത്തെ നിന്നിട്ട് വാ എനിക്ക് മഴയൊക്കെ അല്ല ഒന്ന് കുറച്ച് നേരം വേണ്ടി എടുക്കാന്ന് വെച്ചപ്പോ ക്രാവ് സമ്മതിക്കാനല്ലേ. പിന്നെ ഭയങ്കര ശബ്ദം. എനിക്കത് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കുളെ പോണല്ലോ, അതിനൊരു സമയം എടുത്ത് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ സ്കൂൾ ബസ് ആ വഴിക്ക് പോകും. അപ്പൊ പിന്നെ മുട്ട അതിൽ നന്നായി പിടിച്ച് ഇങ്ങനെ തേങ്ങാടി ഇതിൻ്റെയൊക്കെ മെല്ല്
പിടിക്കുന്ന മണം. എല്ലാ ഇലകളും കൂട്ടാൻ വയ്ക്കുന്ന ഇലകളാണെങ്കിൽ എന്ത് സുഖമായിരുന്നില്ല. വെജിറ്റബിൾ കടയിലേക്ക് പോവുകയാണ് നമ്മുടെ വീട്ടിലെ എല്ലാ കൊന്നല, നീരോലിയുടെ ഇല, മൾബറിയുടെ ഇല, പിന്നെ ഇത് ഹൈലൈറ്റ് വെച്ചുള്ള ആൾക്കാർ ഇതെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നില്ലേ കറി വെച്ചിട്ട്. അത് ഹൈലൈറ്റിൽ വെച്ചതല്ല. പിന്നെ അപ്പൊ തെങ്ങോല, വാഴയുടെ ഇല, പിന്നെ പറ കൊന്നയുടെ ഇല, പിന്നെ എന്താ വേറെ മരങ്ങളുടെ പേരുകളാ, മാവിന്റെ ഇല, പ്ലാവിന്റെ ഇല. വാവ്. പിന്നെ എന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഹൈലൈറ്റ്. ഹായ് ഗായ്സ് എന്ന് പറഞ്ഞ ഗായ്സ് ചാല പിടിക്കുക ചിമ്പുച്ചേ ഏച്ചാ അടിച്ചുകൊട്ട് ഇവിടെ കളിക്കാനുള്ളതൊക്കെ ഇങ്ങനെ നിരത്തിട്ടിരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. എൻ്റെ അമ്മ ചിമ്പുക അടിച്ച് കളിക്കുക. അവനെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് വിളിച്ചിട്ട് പണിച്ചു തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ ചിമ്മിന് ചാറിലേക്കുള്ള ഫുഡ് ഇതുമ്മ വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മളുടെ ചിക്കൻ ഞാൻ എല്ലാ സാധനം ഇട്ടു. അതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തമ്മ ഉണ്ട് ഉണ്ട് ഓക്കെ. ഇതിൽ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അല്ല മല്ലിപ്പൊടി ഇല്ല കേട്ടോ. ഒരു മിനിറ്റ്. മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വേപ്പിൻ്റെ അല്ല ഇത്ര ഇട്ടുണ്ട്. ഇനി അത് ഞാൻ കൂട്ടി വരട്ടാം. ഞാൻ ഇത് ചെയ്ത് എന്താടാ എന്താ അത് കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ നിന്നെ. ഇത് കൂട്ടി പെരട്ടി അല്ല ഇപ്പോൾ ഞാൻ ആലോചിച്ചു അയ്യോ ഞാൻ വീഡിയോ എടുക്കാമല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പെരട്ടിയിട്ട് വറുത്തിട്ട് പിന്നെ നമുക്ക് റോസ്റ്റ് ചെയ്യാം. ആപ്പൂസ് ഇന്ന് ഇതിന് പോയി, ജിമ്മിന് പോയി. ആരവിടെ ചാക്കുന്നത് കുഞ്ഞു കണ്ണ് വെച്ചിട്ട്? മാമിയുടെ മുത്തോ, തുന്തിരി പൊണ്ണ, തക്കര കൂട്ടണ്ണ. എൻ്റെ അമ്മ ആരവിടെ ചിമ്പിൻ്റെ കൂടെ അടിച്ചു കിട്ടാത്ത പോലെ എന്നെ കെടുക്കുക, ചിമ്പ് കെടുക്കണ പോലെ. എവിടെ വീട്ടിൽ കിടക്കുന്നു അവിടെ ഞാൻ അച്ചിട്ടോ ചിമ്പുൻ്റെ പൂല കെടുക്കാനോ, ചിമ്പുൻ്റെ കൂടിയാ കെട്ടിപ്പിച്ചിട്ടാ. ചിമ്പിന് വേനെടുത്ത് കൈയിട്ടപ്പോൾ ചാലി ഇവിടെ ചിക്കൻ്റെ മണ്ണടിച്ചിട്ട് ഇപ്പോൾ വാലടിച്ചടിച്ചടിച്ച് ഫ്രിഡ്ജ് വീഴ്ത്തുവോ ചാലി. അപ്പോൾ ഞാനിങ്ങനെ ചായ കുടിച്ചായിരുന്നു ഒരു 4 മണി സമയത്ത്, 3 സമയത്ത്. ഞാൻ ആദ്യം മുതൽ ഒന്നുകൂടി കഴിക്കണം. കോലം കെട്ടാ നിൽക്കുന്നത് എന്താ ഇപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കണ്ടില്ലേ 24 മണിക്കൂർ ഈ വിളിയാണ്. നമ്മൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ് എന്താ എന്താണ് ഞാൻ കാണിച്ചിട്ടാ സൂപ്പറായിട്ടാ. അപ്പോൾ ഞാൻ ചിക്കൻ പുരട്ടി വെക്കട്ടെ. എന്താ എന്നാലും അപ്പം അതിൻ്റെ പരിപാടികൾ ചെയ്യണം. പിന്നെ അടിച്ചു വാരണം, അകൊക്കെ അടിച്ചു വാരണം, പുറന്നടിച്ചു വാരണം. അപ്പം ഞാനൊരു കണക്കിന് അവിടെ താങ്ങി വെച്ചിട്ടുണ്ട്. ഒരാൾ എടുക്കാനുള്ളപ്പോൾ സുഖമാണ്, എടുക്കാനില്ലാതെ ഇതാണ്. ഞാനെല്ലാം പുരട്ടി വെച്ചിട്ട് പോയിട്ട് മിറ്റൊക്കെ അടിച്ച് അകൊക്കെ അടിച്ച് അതൊക്കെ ഞാൻ നേരത്തെ മിഷീൻ വെച്ചായിരുന്നു കേട്ടോ. ആദ്യം ചായ കുടിച്ചു, പാപം കഴിച്ചു. ഞാൻ അവിൽ നനച്ചായിരുന്നു. നമ്മുടെ അപ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ് അവിൽ, വൈറ്റ് അവിൽ. നനച്ചു. എന്താടാ വീഡിയോ ഓൺ ചെയ്ത് നമ്മളെന്തേലും പറയുന്നുണ്ടെങ്കിൽ അപ്പം ആ വീഡിയോ അവിടെ നിന്ന് ഡെഫിനറ്റ്ലി കേൾക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഈ ഓരോന്ന് ഇടന്തോന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇട്ടെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓർത്തെ. ഇതെങ്ങനെ പുറകെ കിടന്ന് നടക്കുന്നോണ്ടേ നമുക്ക് വീഡിയോ എടുക്കാനും ഇത് ചെയ്യാനും ഒക്കെ പെട്ടെന്ന് എന്താ വായന വെള്ളം വറ്റിയുണ്ട്. എന്താ ഇവിടെ ചാർലി ഇവിടെ വന്നിട്ട് ഇത് കണ്ടിട്ട് വേണം. അപ്പൊ നല്ല രീതിക്ക് വറ്റിൻ്റെ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നല്ല രീതിയിൽ ഇത് പിടിക്കട്ടെ. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താടാ പിന്നെ ചിക്കൻ നമ്മുടെ അപ്പൂസ് അട മേടിച്ചു കൊണ്ട കാരണം അവൻ ജിമ്മിൽ പോണതിന് മുന്നേ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയി അവൻ മേടിച്ചോണ്ട് വെച്ചു. ലേറ്റ് ആയിട്ടാണ് വരിക, അപ്പോഴേക്ക് കടയൊക്കെ അടയ്ക്കും. അതുകൊണ്ട് അപ്പം അതുകൊണ്ട് വിച്ച് പറഞ്ഞ അവനോട് പോയി മേടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്തിരീ
ലാലേട്ടന്റെ രാവിൻ പൂന്തേൻ പാട്ട് പാടാൻ പോവാട്ടാ. പാട്. ആ പാട് ചെല്ലപ്പൂ. ആ പാട്. ചടിപ്പാടാ നീയും. ഗുഡ് ബോയ് ഗുഡ് ബോയ്. നമ്മുടെ അപ്പൂസ് ജിമ്മിന് പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പൂസ് അപ്പൂസ് ആടിച്ചിന് ജൂച്ച് വെച്ച് വന്ന ചേട്ടൻ. അമ്പോ ജീരക സോഡ. എനിക്ക് ജീരക സോഡ. നീ കുടിച്ചാ? എന്റെ പ്രിയപ്പെട്ട സാധന ജീരക സോഡ. ചേട്ടൻ തുറന്നേരി ചേട്ടൻ ജൂച്ച് വെച്ചെന്നാ. ജൂച്ച എന്റെ ചത്തോച്ച ചേട്ട വൈക്കുമ്പോ കൊണ്ടുപോയിട്ട് ജൂച്ച് വെച്ച് ഒത്തു കവിനി. ആക്കെ ഞാൻ കുടിക്കുന്നത് കണ്ടില്ലേ ഗൈസ്? അയ്യോ ഞാനിത് ആദ്യമായിട്ട് കുടിക്കുന്നത് വിച്ചു മേടിച്ചു തന്നിട്ടാ. നീ കുടിച്ചില്ലേ? അപ്പൂസ് പാലൊക്കെ മേടിച്ചോളുന്നുണ്ട്. അപ്പ പാതിരാത്രിക്ക് പുലർച്ചയ്ക്കൊക്കെ വരണ അപ്പൂസ് പാല് ചിക്കൻ പൊളിയാണ്. അപ്പന് ഇഷ്ടായി ഉത്തരവാദിത്തങ്ങൾ. അമ്മോ ബൈക്ക് എടുക്കാല്ലോ ചെക്കന്നെ ഒള്ളി. എന്നിട്ടെടുത്താ ഞാനത് ഈ നിൽക്കുന്ന ആള് കുമ്പാട്ടി ആദി ചിമ്പു അടിച്ചോട്ടെ. ജൂച്ചന്നെ ചേട്ടാ ജൂച്ച് കുച്ചായിരിക്കണം. ജൂച്ച് ചന്തോച്ചായിട്ട് പാലും ബനാനും കഴിക്കിട്ടാ. അപ്പൊ ദേ ഇവിടെ അടിച്ചുകുട്ടാ. ആടിന ഇരിച്ചാടാ. ആട് കുച്ചിട്ട് ചേട്ടാ ജൂച്ച് കുച്ചോ. ജൂച്ച് ലുത്തിനിയെ വെച്ചിട്ടുണ്ടാ മാതാവിന്റെ. നീ അടിച്ചുകുട്ടാ. ഹായ്. ആ goodbye. ഇജാരാധിക്കന്റെ ലഗ് വീശിടിന്നാണ് കൊക്കരി കോക്കു. ആ കച്ചി ചേട്ടനെ ലഗ് പീസ്. ആ കച്ചി ലഗ് പീസ് തിക്ക കഴിച്ച് ചിക്ക കച്ചി ആടിച്ച് അവനിങ്ങനത്തെ സീവലസ് ബാക്കിൽ കുട്ടിയായിട്ട് നല്ല ക്യൂട്ടാല്ലേ. അപ്പൂസിന് പണ്ട് ചെറുതൊരു മൊത്തം അങ്ങനെയായിരുന്നില്ലേ. അവൻ അങ്ങനത്തെ അധികം കിട്ടുന്നില്ലേ. ഇതെങ്ങനെ വന്ന് ഓൺലൈനിൽ കിട്ടിയതാ. കഴിച്ച് ചിക്കൻ കഴിച്ച് ഗുഡ് ബൈ. അപ്പോ പണ്ട് ലെഗ് പീസൊക്കെ എന്റെ പപ്പ എനിക്കും മാമിക്കൊക്കെ തരാറ്. പിന്നെ നിങ്ങള് രണ്ട് പിള്ളേരായത് കൊണ്ട് ഞാൻ തരുന്നു.